ഉൽപ്പത്തി പുസ്തകത്തിന് 26-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം. 12-ാമത്തെ വചനം. ഹല്ലേലൂയ. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അവൻ ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഈ ദൈവം തമ്പുരാൻ ഒരാളെ അനുഗ്രഹിച്ചാൽ ചിലർക്കൊക്കെ അസൂയ തോന്നത്തക്കവണ്ണം കർത്താവ് അങ്ങ് അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ചിലർക്കൊക്കെ അസൂയ വരുന്ന പോലെ എന്നെ ഒന്ന് നമുക്ക് തന്നെ മറ്റൊരാളുടെ അനുഗ്രഹത്തിന് അസൂയാണല്ലോ. അതൊന്ന് വിട്. നിന്നോട് ചിലർക്കൊക്കെ അസൂയ തോന്നത്തക്കവണ്ണം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവമക്കൾക്ക് മറ്റൊരാളോട് അസൂയ തോന്നാതിരിക്കട്ടെ. ഇസഹാക്ക് വിതച്ച ആണ്ടിൽ എത്ര മേനി കായ്ച്ചു? 100 മേനി. സ്തോത്രം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിന്റെ അധ്വാന ഫലത്തിനകത്തെ റിസൾട്ട് മാറാൻ പോവാ. ബൈബിളിൽ വാക്യമുണ്ട്, നീ കൈ തൊടുന്ന സകലത്തിലും ഞാൻ അനുഗ്രഹം കൽപ്പിക്കാം. നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്നെ അനുഗ്രഹിക്കാനുള്ള പല വഴികൾ ഇങ്ങനെ നിൽപ്പുണ്ട്. പക്ഷെ അങ്ങോട്ട് തുറന്നിട്ടില്ല. അത് നിങ്ങളങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ടാണ്. നിങ്ങളൊന്ന് ഈ പൊട്ടച്ചിന്തയൊക്കെ വിട്ടേച്ച് നല്ല ചിന്ത എടുക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദുഷ്ടചിന്തയൊക്കെ വില്ലട്ടെ. എന്തുവാ ഞാനിപ്പോൾ പറയാം, എന്നെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ ഒരു 10-15 ഡോർ ഇങ്ങനെ നിൽക്കുക, അങ്ങോട്ട് തുറക്കുന്നില്ല. പക്ഷെ ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നത് അതൊക്കെ ഓപ്പൺ ആക്കാൻ ദൈവത്തിന് 1 മിനിറ്റ് മതി. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? എൻ്റെ ദൈവം ആരാ? 5 അപ്പത്തിനകത്തുനിന്ന് 5000 പോഷിപ്പിച്ച് 12 കൊട്ട ബാലൻസ് വെപ്പിക്കാൻ കഴിവുള്ളവനായ എൻ്റെ ദൈവം. മനസ്സിലായി വരുന്നുണ്ടോ? ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിനക്കൊരു വഴി ഓപ്പൺ ആകാൻ പോവാ. നിനക്കൊരു വാതിൽ തുറന്നു. ഒരിക്കലൊരു മനുഷ്യന് ഭാര്യയും കൂടെ എൻ്റെ അടുക്കൽ വന്നു. അവരെന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, സത്യത്തിൽ പാസ്റ്ററെ, ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പോലും പൈസയില്ല. സ്തോത്രം. എന്നിട്ട് എന്നോട് പറയാം, പാസ്റ്ററെ, ധാരാളം വഴി കിടപ്പുണ്ട്, ഒരെണ്ണം ഒന്ന് ഓപ്പണായ. ഞാൻ ചോദിച്ചു, എന്തൊക്കെയാണ് കിടക്കുന്നത്? അതെ, എൻ്റെ ചേട്ടത്തി 20 വർഷം മുമ്പ് എന്നെ അമേരിക്കയിൽ കൊണ്ടുപോകാൻ, സ്തോത്രം, എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് അവിടുന്ന് ഒരനക്കവും ഇല്ല. അതൊന്ന് തുറന്നാൽ പോരായോ? മതി. പിന്നെ എൻ്റെ 3 അനിയത്തിമാർ USA. എൻ്റെ ഈ അവസ്ഥ അവരൊന്ന് മനസ്സിലാക്കിയാൽ പോരായോ? അവർ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അവളെക്കാട്ട് റിച്ചാന്ന് പറഞ്ഞാൽ എന്നെ അവർ സഹായിക്കാതെ അവർക്കൊന്ന് തോന്നിയാൽ പോരായോ? അങ്ങനെ ഒരു 15 കാര്യം എൻ്റെ മുമ്പിലോട്ട് നിരത്തി വെച്ച് എന്നോട് ചോദിക്കുക, എന്നാ തുറക്കാത്ത? എൻ്റെ തലക്കൂടെ അന്നേരം വെളിവ് വീണു. ഞാൻ പറഞ്ഞു, ചൊവ്വ പ്രാർത്ഥിക്കാം കേട്ടോ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ അദൃശ്യ കരം നിന്റെ പ്രോബ്ലത്തിനകത്ത് ഇന്ന് വീഴണം. ഹല്ലേലൂയ. എത്ര പേര് അതിന് ആമേൻ പറയും? ദൈവത്തിൻ്റെ അദൃശ്യ കരം നിന്റെ പ്രോബ്ലത്തിനകത്ത് ഇന്ന് വീഴണം. എത്ര പേർക്ക് അത് വിശ്വാസത്താൽ കാണാൻ പറ്റും? ഞാൻ വെളിപ്പാടി കണ്ടോണ്ടാ പറയുന്നേ, നിന്റെ പ്രോബ്ലത്തിനകത്ത്